വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, എല്ലാവരെയും ശാലോം പ്രേക്ഷകരായ നിങ്ങളെ ഓരോരുത്തരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങളുമായി പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം സ്വീകരിച്ച് വചനം പങ്കുവയ്ക്കുവാനും ഈ കാലഘട്ടത്തിൽ അനിവാര്യമായ നല്ല ചിന്തകൾ പകർന്നു നൽകുവാനും ദൈവം എനിക്ക് ഇടവരുത്തണമേ എന്ന് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നാളെ പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ദുഃഖശനി, ഈസ്റ്ററിൻ്റെ സന്തോഷം. ഈ ദിവസങ്ങളിൽ യഥാർത്ഥമായ പ്രാർത്ഥനാ ചൈതന്യത്തോടും സഹോദര സ്നേഹത്തോടും ആത്മപരിത്യാഗത്തോടും നാം നമ്മെ തന്നെ ഒരുക്കിയെടുക്കുകയായിരുന്നല്ലോ. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നമുക്കുണ്ടായിരിക്കേണ്ട വലിയ മനോഭാവത്തെക്കുറിച്ച്, ഉണ്ടായിരിക്കേണ്ട ഉൾക്കാഴ്ചകളെക്കുറിച്ച്, നമുക്കുണ്ടായിരിക്കേണ്ട സ്വീകരിക്കേണ്ട ജീവിതശൈലികളെക്കുറിച്ച് നിങ്ങളുമായി ദൈവം മനസ്സിൽ തോന്നിക്കുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിന് മുഖ്യ വിഷയമായി ഞാൻ സ്വീകരിക്കുക യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമുക്ക് അറിയാവുന്നതുപോലെ പല പ്രശ്നങ്ങൾ കൊണ്ട് മനസ്സ് കലുഷിതമായിരിക്കുമ്പോൾ ഈ തിരുവചനങ്ങൾ നമുക്ക് വളരെയേറെ സന്തോഷവും ആശ്വാസവും പകരുന്നതാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ് ഈ വചനങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുക. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളിൽ ഈശോ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്നുകൂടെ ശ്രവിച്ച് മനസ്സിലാക്കാം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ തോമസ് പറഞ്ഞു, കർത്താവേ, അങ്ങ് എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾക്കറിയില്ല, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? ഈശോ പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. ഈ തിരുവചനങ്ങളാണ് ക്രൈസ്തവരായ നമുക്ക്, ഈശോയെ അനുഗമിക്കുന്നവരായ നമുക്ക്, നമ്മുടെ നിത്യരക്ഷ സ്വപ്നം കണ്ട് ഈ ലോകത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഭയപ്പാടില്ലാതെ, ആകുലതകളില്ലാതെ, അസ്വസ്ഥതകളില്ലാതെ നിത്യജീവിതത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ തുണയാവുക. ഈ വലിയ ആഴ്ചയിൽ ഈ തിരുവചനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുവാൻ, കൂടുതലായി ഉൾച്ചേർക്കുവാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയ സഹോദരീ സഹോദരന്മാരെ, നമ്മൾ ഈ വർഷത്തെ തപസ്സിൻ്റെ ദിനങ്ങളിലൂടെ കടന്ന് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ നല്ല ഒരുക്കങ്ങളും പ്രാർത്ഥനകളും നമ്മൾ നടത്തുവാൻ ദൈവം 2020 നോയമ്പ് കാലം, തപസ് കാലം നമുക്ക് വഴിയൊരുക്കി. കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കണമെന്ന മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ആദ്യ വചനങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഈ വർഷത്തെ നോയമ്പ് കാലം ആരംഭിച്ച് 2ാമത്തെ ഞായറാഴ്ച പിന്നിട്ടപ്പോൾ കൊറോണ എന്ന വലിയ വിപത്തിനെക്കുറിച്ച് നാം ഒക്കെ കൂടുതലായി ശ്രവിച്ചു തുടങ്ങി. ആദ്യം അങ്ങ് നമ്മുടേതല്ലാത്ത നാട്ടിൽ, മറ്റു രാജ്യങ്ങളിൽ എന്ന് കരുതിയപ്പോൾ നമ്മൾ കരുതി ഇതൊന്നും ഇങ്ങോട്ട് വരികയില്ല, നമ്മളെല്ലാവരും സുരക്ഷിതരാണ് എന്നുള്ള സന്തോഷത്തിലായിരുന്നു.
മൂന്നാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്ന ആ ഞായറാഴ്ചയാണ് നമുക്ക് ആ ഞെട്ടിപ്പിക്കുന്ന വാർത്തയുണ്ടായത്. ഇതാ നമ്മുടെ ഇടയിൽ ഈ കേരളത്തിലും കൊറോണ വ്യാപിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത്. അത് ആദ്യം നമുക്ക് നിസ്സാരമായി തോന്നി, പിന്നെ അതിൻ്റെ ഭീതി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നു, ആകുലതകൾ കടന്നു വന്നു. അവിടെയൊക്കെ നമ്മുടെ മനസ്സിൽ ഒരു പുനർചിന്തനത്തിനുള്ള അവസരമൊരുങ്ങി എന്നതിൽ യാതൊരു തർക്കവുമില്ല. നാം ഓരോരുത്തരും, ഞാനും നിങ്ങളും, അതിനെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, ഈ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ യാത്രയുടെ പോക്കിനെക്കുറിച്ച് എല്ലാ ദിവസവും വളരെ വേഗതയിൽ ഓടുന്ന നമ്മളൊക്കെ ആ വേഗത കുറച്ച് ശാന്തമായ ഒരു സ്ഥലത്തിരുന്ന് ജീവിതത്തെ വിശകലനം ചെയ്യുവാനും ദൈവത്തെ ഓർക്കുവാനും കൂടുതലായി പ്രാർത്ഥിക്കുവാനും ജീവിതത്തിലുണ്ടാവേണ്ട മനോഭാവങ്ങൾക്ക് വേണ്ടി പുനരർപ്പണം ചെയ്യുവാനും തയ്യാറായിട്ടുണ്ട് എന്നതിൽ രണ്ട് പക്ഷമില്ല. നാം അതിനെ അതിജീവിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് 2020 ദൈവം നൽകിയ ഈ വലിയ അവസരത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാവണം. അതിൽ നിന്ന് ലഭിക്കുന്ന നല്ല ചൈതന്യം ഈ വലിയ ആഴ്ചയിൽ സ്വീകരിച്ച് അതിൻ്റെ വെളിച്ചത്തിൽ ജീവിതത്തെ കൂടുതൽ ദൈവോന്മുഖമാക്കുവാൻ ഈ വചന ശുശ്രൂഷയുടെ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. നമുക്കറിയാം, ആ ദിവസങ്ങളിൽ മാധ്യമ ചർച്ചകളിലൊന്നും വലിയ രാഷ്ട്രീയ കാര്യങ്ങളോ ചർച്ചകളോ അല്ല നടന്നത്. പിന്നെയോ എല്ലാവരും ഈ ഒരു രോഗത്തിനെയും അതിനെ എങ്ങനെ അതിജീവിക്കാം എന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വലിയ കൺവെൻഷനുകളോ കൂട്ടായ ബഹളങ്ങളുള്ള പ്രാർത്ഥനകളോ അല്ല നടന്നത്. ഓരോരുത്തരും നിഷ്കളങ്കമായ ഹൃദയത്തോടു കൂടി ദെബുരാൻ്റെ സന്നിധിയിലേക്ക് തിരിയുന്ന മനോഭാവമാണ് ഉണ്ടായത്. വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വിവാദങ്ങളും കുറ്റം പറച്ചിലുകളും ചീത്തവിളികളും ഉണ്ടായില്ല. പിന്നെയോ എല്ലാവരും ഈ സന്ദേശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രചരിപ്പിക്കുവാൻ, മനുഷ്യകുലത്തിന് നന്മയുണ്ടാകുന്ന കാര്യത്തിന് വേണ്ടി സ്നേഹത്തിൽ ഏകമനസ്സോടെ ഒന്നാകുവാനാണ് തയ്യാറായത്. 2019 നമുക്കൊരു സൂചന കിട്ടിയതാണ്. വലിയൊരു പ്രളയം നമുക്കുണ്ടായി. അതിന് തൊട്ട് മുമ്പ് 2018 ഉണ്ടായി. അന്ന് ഏതാനും മാസങ്ങൾ നമ്മൾ പാഠങ്ങൾ പഠിച്ചുവെങ്കിലും പിന്നീട് നമ്മൾ വീണ്ടും പഴയ രീതിയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഇവിടെ കാലത്തിൻ്റെ സൂചനകൾ തിരിച്ചറിയണമെന്നുള്ള മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഈശോ പറഞ്ഞ വാക്കുകൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് അനിവാര്യമായി ഉണ്ടാവേണ്ട വലിയൊരു ബോധ്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിൽ കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കാം. അതായി വചനഭാഗത്ത് നമ്മൾ കണ്ടത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നിത്യജീവിതത്തിനെ കുറിച്ചുള്ള വലിയ ബോധ്യം, നമ്മുടെ ജീവിതത്തിൻ്റെ അപ്പുറത്ത് എന്ത് എന്നതിനുള്ള വലിയ ഉത്തരം, അതാണ് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തുള്ള വാസസ്ഥലങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിന് ലക്ഷ്യമെന്ന് ഈശോ പറഞ്ഞ കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഇവിടെയാണ് നമ്മൾ നമ്മുടെ പൂർവികരെ അനുസ്മരിക്കേണ്ടത്, നമ്മുടെ കാരണവന്മാരെ അനുസ്മരിക്കേണ്ടത്, സ്വർഗീയ സമ്മാനത്തിനായി യാത്രയായ നമ്മുടെ മാതാപിതാക്കന്മാരെ അവർ അനുസ്മരിക്കേണ്ടത്. അവരൊക്കെ അവരുടെ സുകൃത ജപം പോലെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നമ്മോട് പറഞ്ഞു തന്നിരുന്ന ഒരു കാര്യമുണ്ടല്ലോ, മോക്ഷപ്രാപ്തി. മോക്ഷം നേടണം, സ്വർഗത്തിൽ പോകണം, ആ നിത്യജീവിതം സ്വന്തമാക്കണം, ദൈവത്തിൻ്റെ കൂടെയാവണം. ആ നിത്യ സമ്മാനം നേടുന്നതിന് വേണ്ടിയാണ് അവർ നമ്മളെയൊക്കെ ഒരുക്കിയെടുത്തുകൊണ്ടിരുന്നത്. ഈ ഒരു വലിയ മോക്ഷചിന്ത നമ്മുടെ പൂർവികർക്ക് അവരുടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഈ മോക്ഷത്തെക്കുറിച്ചുള്ള നിത്യതയെക്കുറിച്ചുള്ള ചിന്ത കുറഞ്ഞു പോകുന്നതാണ് നമുക്ക് ഒരുപക്ഷെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഇടവരിക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമുക്ക് പെസഹ വ്യാഴത്തിലേക്ക്, ദുഃഖവെള്ളിയിലേക്ക്, പിന്നീട് ഉയർപ്പിൻ്റെ സന്തോഷത്തിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ഈ വലിയ മോക്ഷത്തെക്കുറിച്ചുള്ള ചിന്ത, നിത്യതയിലേക്ക് നമ്മെ തന്നെ വെട്ടിയൊരുക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ ഈ തിരുവചനങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഇവിടെ നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യം ഉണ്ടാവുകയാണ്. എന്താണ് ഈ കാലഘട്ടത്തിൽ ദൈവവചനവും ദൈവം ആഗ്രഹിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി അല്ല വിരുദ്ധമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായും ഉചിതമാണ്. ഈ കാലഘട്ടത്തിലെ രണ്ട് വൈരുദ്ധ്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ട് സംഭവിക്കുന്നു. ആ വൈരുദ്ധ്യം നമുക്ക് ഇല്ലാതാക്കുവാൻ കഴിഞ്ഞാൽ നമ്മുടെ പൂർവികരുടെ ജീവിത മാതൃക സ്വീകരിച്ച് നമുക്കും ഈ നന്മയുടെ, മോക്ഷത്തിൻ്റെ, നിത്യതയുടെ പാതയിലേക്ക് നയിക്കുവാൻ, നടന്നു നീങ്ങുവാനായിട്ട് സാധിക്കും. എന്താണ് ആ രണ്ട് വൈരുദ്ധ്യങ്ങൾ? ഒന്നാമത്തെ കാര്യം മറ്റൊന്നുമല്ല, ദൈവം തൻ്റെ സകല പൂർണ്ണതയും നിലനിർത്തിക്കൊണ്ട് തന്നെ ദൈവം മനുഷ്യനായി അവതരിപ്പിക്കുന്നു. ദൈവത്തിന് മനുഷ്യനായി അവതരിക്കുവാൻ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടായില്ല. ദൈവം പരിപൂർണ മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിക്കുകയാണ്.
തൻ്റെ ദൈവത്വത്തിൻ്റെ വലിയ ഭാവങ്ങൾ നീക്കിവെച്ച് പരിപൂർണ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു. ദൈവത്തിന് മനുഷ്യനാകാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷേ മനുഷ്യരായ നമുക്ക് മനുഷ്യരായി തീരുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. ചുരുക്കത്തിൽ നമ്മുടെ മനുഷ്യത്വം നഷ്ടപ്പെട്ട മനുഷ്യ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുക. ദൈവം ഭൂമിയിൽ അവതരിച്ച് യേശുനാഥൻ പരിപൂർണ മനുഷ്യനായി ഈ ലോകത്തിലായി. പരിപൂർണ മനുഷ്യനായി ഈ ലോകത്തിലായിട്ട് യേശുനാഥൻ പ്രവർത്തിച്ചത് പതിതരോടും പാവപ്പെട്ടവരോടും ചേർന്ന് പ്രവർത്തിച്ചു. വേദന അനുഭവിക്കുന്നവരുടെ കൂടെയായിരുന്നു. എല്ലാ വേദനകളിലും വിഷമങ്ങളിലും ബുദ്ധിമുട്ടുകളിലും വിശപ്പുകളിലും അവർക്ക് ആശ്വാസമായി. ഒപ്പം വേദന അനുഭവിക്കുന്ന ദൈവത്തിൽ നിന്ന് അകന്നുപോയ പ്രലോഭനങ്ങൾക്ക് വശംവദരായ ജനത്തിനു വേണ്ടി അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കി അവർക്ക് സ്വർഗം നഷ്ടമായപ്പോൾ അതിനുവേണ്ടി സ്വർഗം തുറക്കപ്പെടുന്നതിന് വേണ്ടി ക്രൂശിലേറി സ്വർഗം തുറന്നു തരുന്ന മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കുവാൻ ഈശോ നമുക്ക് മാതൃകയായി. എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ മനുഷ്യത്വം നിറഞ്ഞു നിർത്തുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. സിറോ മലബാർ ആരാധനക്രമത്തിലെ വിശുദ്ധ കുർബാനയിൽ കുർബാന സ്ഥാപന വാക്യങ്ങൾ ആ വിശുദ്ധ ബലിവേദിയിൽ ആവർത്തിക്കുന്നതിന് മുൻപ് വൈദികൻ കുനിഞ്ഞു നിന്ന് ചെല്ലുന്ന പ്രണാമജപത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഒന്നുകൂടി ഓർത്തു നോക്കാം. തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടി പരിപൂർണ മനുഷ്യനായി അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി. ഇതാണ് മനുഷ്യാവതാരം. ആ മനുഷ്യ അവതാരത്തിൻ്റെ ലക്ഷ്യം സ്വർഗം നമുക്ക് തുറന്നു തരിക എന്നുള്ളതാണ്. മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണത ഈശോയുടെ മനുഷ്യാവതാരത്തിലൂടെ സാധിച്ചു. ആ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണത ഈശോയിൽ നിന്ന് പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ വർത്തമാനമാക്കുവാനുള്ള ഉത്തരവാദിത്വമാണ് നമുക്ക് ഉള്ളത്. ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ ഒരു വൈരുദ്ധ്യമായിട്ട് നോക്കിക്കാണുക. രണ്ടാമത്തെ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഈശോ മനുഷ്യനായി അവതരിച്ചത് കാലസമയ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരോടും എല്ലാ കാലത്തും ആയിരിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. അതുകൊണ്ടാണ് ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ആ പരിശുദ്ധ കുർബാനയുടെ വലിയ സ്മരണയാണല്ലോ, സ്ഥാപന ദിവസമാണല്ലോ നാളെ നമ്മൾ അനുസ്മരിക്കുക. പരിശുദ്ധ കുർബാന എന്തിനായി ഈശോ സ്ഥാപിച്ച്? എല്ലാ മനുഷ്യരും എല്ലാ കാലവും മനുഷ്യ മക്കളോട് കൂടി ആയിരിക്കുവാൻ എന്ന് പറഞ്ഞാൽ ഈശോ സദാ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ഒരു പ്രദേശത്തെ ഇടവക ദേവാലയത്തിൽ അല്ലെങ്കിൽ പരിശുദ്ധ കുർബാന സൂക്ഷിക്കപ്പെടുന്ന കപ്പേളയിൽ അവിടെ ഈശോയുടെ സജീവ സാന്നിധ്യം ഉണ്ടാവുകയാണ്. ഈശോയുടെ സജീവ സാന്നിധ്യം പൗരോഹിത്യ ബലി അർപ്പണ ശുശ്രൂഷയിലൂടെ സാധ്യമാകുമ്പോൾ ഈശോയുടെ സാന്നിധ്യം നമുക്ക് സംലഭ്യമാകുന്നു. ഈശോ മനുഷ്യന് വേണ്ടി എപ്പോഴും സംലഭ്യനാണ്. പക്ഷേ മനുഷ്യന് ഈശോയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി സംലഭ്യനാകുവാൻ സമയം തികയുന്നില്ല. ഈ സമയം തികയാത്ത പശ്ചാത്തലത്തിൽ മനുഷ്യൻ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടം പോടുകയാണ്. വിദേശത്തൊരു ജോലി കിട്ടുമ്പോൾ, നാട്ടിലൊരു വലിയ സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ വലിയ നേട്ടങ്ങളും മെച്ചങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ ബാക്കി എല്ലാം മറന്ന്, ദൈവത്തെ മറന്ന് ഈശോയുടെ സന്നിധിയിലേക്ക് പോകുവാൻ സമയം കണ്ടെത്തുവാൻ നമുക്ക് കഴിയാതെ വരുന്നു. അത് ആ സമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെലവഴിക്കുന്നതിൽ കുറവ് വരുത്തുന്ന കാര്യത്തിൽ ഞാനും നിങ്ങളും മത്സരിക്കുവല്ലേ ആണ് എന്ന് പറയേണ്ടി വരും. ഇവിടെയാണ് നാം രണ്ടാമത്തെ വൈരുദ്ധ്യം കണ്ടുമുട്ടുക. ദൈവം തമ്പുരാൻ മനുഷ്യൻ്റെ കൂടെ ആകാൻ വേണ്ടി, മുഴുവൻ സമയവുമാകാൻ വേണ്ടി പരിശുദ്ധ കുർബാനയിൽ തിരുവോസ്തിയുടെ രൂപത്തിൽ നമ്മുടെ കൂടെ ആയി ഇതാ നമ്മുടെ സന്നിധിയിലുണ്ട്. ആ ഈശോ നമ്മെ മാടി വിളിക്കുമ്പോൾ നമ്മുടെ ദേവാലയത്തോട്, നമ്മുടെ പ്രാർത്ഥനയോട് ചേർന്ന് ഈശോയുടെ അടുക്കലേക്ക് പോകുവാൻ നമുക്ക് സമയം കഴിയുന്നില്ല എന്നുള്ളത് വലിയൊരു വൈരുദ്ധ്യമാണ്. അത് നമ്മുടെ മോക്ഷപ്രാപ്തിക്ക് തടസ്സമായി നിൽക്കുകയും ചെയ്യും. ഈ രണ്ട് വൈരുദ്ധ്യങ്ങൾ, ഒന്ന് മനുഷ്യരായി അവതരിച്ച ഈശോയുടെ മാതൃകയും നമുക്ക് മനുഷ്യത്വം നിറവേറ്റുവാൻ കഴിയുന്നില്ല എന്നുള്ളതും, ദൈവം തമ്പുരാൻ ഈ ഭൂമിയിൽ നമ്മുടെ കൂടെ പരിശുദ്ധ കുർബാനയിലൂടെ ആയിരിക്കുമ്പോൾ ആ ദൈവം തമ്പുരാൻ്റെ അടുത്തേക്ക് പോകുവാൻ, കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതും ഈ കാലഘട്ടത്തിലെ വൈരുദ്ധ്യമാണ്. ആ വൈരുദ്ധ്യമാണ് മോക്ഷപ്രാപ്തിയിലേക്ക്, നമ്മുടെ പൂർവികരുടെ മാതൃകയിൽ നമുക്ക് ഉത്സാഹത്തോടെ പോകുന്നതിന് തടസ്സമായി നിൽക്കുക. ഇതിന് ഈ കാലഘട്ടത്തിലെ വൈരുദ്ധ്യങ്ങളിലേക്ക് ഞാൻ കണ്ണോടിക്കുന്നത് ആഗ്രഹിക്കുന്നില്ല. കാരണം അത് നമുക്കെല്ലാം അറിയാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട യാഥാർത്ഥ്യം, ഇത് മനുഷ്യ സഹജമായ കാര്യമാണ്. മനുഷ്യർ എന്ന നിലയിൽ നമ്മുടെ മാനുഷിക ബലഹീനതകൾ നമുക്കുണ്ട്. ആ മാനുഷിക ബലഹീനതകൾ ആദ്യ ചരിത്രം മുതൽ എപ്പോഴും ഉള്ളതാണെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു. ആ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ഈശോ മനുഷ്യനെന്ന നിലയിൽ 40 ദിവസത്തെ തൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിച്ചുവെങ്കിൽ നമുക്കും നമ്മുടെ ജീവിതത്തിലൂടെ ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ കഴിയണം. വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രത്യേകിച്ച് ഈ ആഴ്ചയിൽ നമ്മൾ അനുസ്മരിച്ച കാര്യങ്ങൾ മാത്രം നമ്മളൊന്ന് എടുത്തു നോക്കാം.
പത്രോസ്ലീഹ. പത്രോസ്ലീഹ ഈശോയുടെ വിശ്വസ്തനായിട്ട് സഭയുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട വ്യക്തി. പക്ഷേ പത്രോസ് ഈശോയെ തള്ളിപ്പറയുകയാണ്. എനിക്കറിയില്ല, ആ മനുഷ്യനെ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പറയുന്ന പത്രോസ് എന്തിനു വേണ്ടി? ഒരല്പം ലാഭം, മെച്ചം. ആ സമയത്ത് പത്രോസിൻ്റെ മനസ്സിൽ അറിയാതെ ചിന്ത വന്നു. അങ്ങനെ പറഞ്ഞാൽ ഒരല്പം ആശ്വാസം, മെച്ചം, അല്ലെങ്കിൽ ഒരു എതിർപ്പ് ഇല്ലാതെ വരുമെന്ന പ്രതീക്ഷയായിരിക്കാം. വീണ്ടും പത്രോസിലേക്ക് മാത്രം നിർത്തണ്ട, മറ്റ് ശിഷ്യന്മാരെല്ലാവരും ഈശോ ആകപ്പാടെ ഗത്സമനിയിലിരുന്ന് രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോ നോക്കുമ്പം എല്ലാ ശിഷ്യരും ഇരുന്ന് ഉറങ്ങുകയാണ്. അവരെന്തുകൊണ്ട് ഉറങ്ങുന്നത്? അവരെ സംബന്ധിച്ചിടത്തോളം എന്തിനുണർന്നിരുന്ന് ഈശോയുടെ കൂടെ ഈ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്ന, ത്യാഗം അനുഭവിക്കുന്ന രീതി ഉണ്ടാവണം. ഇതിലൊന്നും പങ്കാളിയല്ല, സ്വസ്ഥമായിട്ട് ഉറങ്ങിയേക്കാമെന്ന് കരുതി ഈശോയുടെ ശിഷ്യന്മാർ ഉറങ്ങുകയാണ്. ഇത് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന ഓരോന്നിൻ്റെയും പ്രതിരൂപമാണ്. പല കാര്യങ്ങളും നമ്മുടെ ചുറ്റുപാടും നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും എന്നെ ബാധിക്കില്ല എന്ന മട്ടിൽ നമ്മൾ മനഃപൂർവ്വമോ അല്ലാതെയോ ഉറങ്ങിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നു. വീണ്ടും നമുക്ക് അറിയാവുന്നതാണ്. പീലാത്തോസിലേക്ക് നോക്കുക. പീലാത്തോസ് എന്താ ചെയ്തത്? ഇതിനകത്തൊന്നും എനിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുകയാണ്. നമ്മളും ഇതുപോലെയല്ലേ? നമ്മുടെ വീട്ടിലൊരു കാര്യം നടക്കുമ്പം, സംഘടനയിൽ നടക്കുമ്പം, നമ്മുടെ ജോലി സ്ഥലത്ത് നടക്കുമ്പം, പഠിപ്പിക്കുന്നതുമായ സ്ഥലത്ത് നടക്കുമ്പോൾ അവിടെയൊക്കെ ഈ കൈ കഴുകും. ഞാനിതിലൊന്നും പങ്കാളിയല്ല, ഇതിലൊന്നും എനിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞു. ഈ 3 കാര്യങ്ങളുടെ കൂടെ ചേർത്ത് ഒരു കാര്യം കൂടി നമ്മൾ അനുസ്മരിക്കണം. 4-മത്തെ കാര്യം, ഒറ്റുകാരനായ യൂദാസിൻ്റെ മനോഭാവം. എന്ത്? ഞാൻ വെറുതെ മാറി നിൽക്കുകയോ ഉറങ്ങിപ്പോവുകയോ തള്ളിപ്പറയുകയോ മാത്രമല്ല, ഇതാ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് ഒറ്റിക്കൊടുക്കുകയും ചെയ്യുന്നു. ഈ ഒറ്റിക്കൊടുക്കുന്ന രീതിയും നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഇടയിൽ ധാരാളമായി ഉണ്ടാകുന്നുണ്ട്. നമ്മൾ സഭയെ ഒറ്റിക്കൊടുക്കുന്നു, ദൈവം തമ്പുരാനെ ഒറ്റിക്കൊടുക്കുന്നു, നമ്മളായിരിക്കുന്ന നമ്മുടെ കുടുംബങ്ങളെ ഒറ്റിക്കൊടുക്കുന്നു, നമ്മുടെ പ്രസ്ഥാനങ്ങളെ ഒറ്റിക്കൊടുക്കുന്നു. അവിടെയൊക്കെ നമ്മൾ പൊതുസമൂഹത്തിൽ നമ്മളായിരിക്കുന്ന നമ്മുടെ ഈ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സംവിധാനങ്ങളെ പൊതുസമൂഹത്തിലേക്ക് ഒറ്റിക്കൊടുക്കുന്ന രീതി നമുക്ക് ഉണ്ടാവാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ വൈരുദ്ധ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്നത്? 2 വൈരുദ്ധ്യങ്ങളെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒന്ന്, മനുഷ്യത്വം നഷ്ടപ്പെട്ട മനുഷ്യ സമൂഹം. 2, ഈശോ തമ്പുരാൻ്റെ അടുത്തേക്ക് പോകാൻ സമയം കണ്ടെത്താൻ കഴിയാത്ത മനുഷ്യ സമൂഹം. ഇതിൻ്റെ കാരണം എന്താണ്? ഒരേ ഒരു കാര്യമേ ഉള്ളൂ. എന്നെയും നിങ്ങളെയും നയിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും അല്ലെങ്കിൽ മുൻഗണന കൊടുക്കുന്നതും ലാഭചിന്തയാണ്. എന്ത് കാര്യം ചെയ്താലും എനിക്കെന്ത് മെച്ചം കിട്ടും, എനിക്കെന്ത് ലാഭം കിട്ടും എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ നിഴലിച്ച് നിൽക്കുകയോ അതിന് മുൻഗണന കൊടുക്കുകയോ ചെയ്യുന്നത് കൊണ്ടാണ് സ്വാർത്ഥ താല്പര്യത്തോടുകൂടി ഇതുപോലെയുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈശോ കാണിച്ചു തന്ന മാതൃക അതല്ലല്ലോ, വിശുദ്ധർ കാണിച്ചു തന്ന മാതൃക അതല്ലല്ലോ. നമുക്ക് ശൂന്യവൽക്കരണത്തിലൂടെ സ്വാർത്ഥതയില്ലാതെ നമുക്ക് നമ്മുടെ മനോഭാവത്തിൽ മാറ്റമുണ്ടാക്കി ലാഭം ഉണ്ടാക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് മോക്ഷം നേടുവാൻ ഉതകുന്ന രീതിയിൽ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഈ നോയമ്പിൻ്റെ ദിവസങ്ങളിലൂടെ ആഴപ്പെടുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ചിന്ത കൊണ്ടുപോകാൻ കഴിയേണ്ടതില്ലേ? അതുകൊണ്ട് കൂടുതൽ മനുഷ്യത്വമുള്ളവരായി തീരുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഈശോയുടെ സന്നിധിയിൽ, അത് കുടുംബ പ്രാർത്ഥന തുടങ്ങി വ്യക്തി പ്രാർത്ഥന, ദേവാലയത്തിലെ പ്രാർത്ഥന, സഭാ കൂട്ടായ്മകൾ എല്ലായിടത്തും സജീവമായി നിന്നുകൊണ്ട് ഈ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാനും ആഘോഷിക്കുവാനും പങ്കുവയ്ക്കുവാനും അതിൽ സന്തോഷിക്കുവാനും ഉള്ള മനോഭാവം കൂടി നമുക്ക് വളർത്തിയെടുക്കുവാനായിട്ട് ശ്രമിക്കാം. നമ്മൾ നാളെ പെസഹ വ്യാഴത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പെസഹ വ്യാഴം നമ്മുടെ ജീവിതത്തിൽ ചില ബോധ്യങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ടതും ഉറപ്പിക്കേണ്ടതുമായ കാലഘട്ടമാണ്. എന്താണ് പെസഹ വ്യാഴം? പരിശുദ്ധ കുർബാന ഈശോ സ്ഥാപിച്ചു. പരിശുദ്ധ കുർബാന ഈശോ സ്ഥാപിച്ചെങ്കിൽ അത് എല്ലാ കാലത്തുമുള്ള മനുഷ്യ മക്കളോടുകൂടി പരിശുദ്ധ കുർബാന ഉണ്ടാകുന്നതിന് വേണ്ടി പൗരോഹിത്യത്തെയും സ്ഥാപിച്ചു. പൗരോഹിത്യം ഈശോ ഏൽപ്പിച്ചതോ ബലഹീനമായ മനുഷ്യ കരങ്ങളിലാണ്. ബലഹീനമായ മനുഷ്യകരങ്ങളിൽ നമ്മുടെ സദാ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന വ്യക്തികളാണ് പുരോഹിതരായിട്ട് പരിശീലനം നേടി നമ്മുടെ എല്ലാം പ്രാർത്ഥന സ്വീകരിച്ച് അഭിഷിക്തരായി തീരുക. അവരുടെ പൗരോഹിത്യ ശുശ്രൂഷ വരെയാണ് ഇന്ന് നമുക്ക് നമ്മുടെ ഇടയിൽ ഈ വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം, ഈശോയുടെ സാന്നിധ്യം, അതുവഴിയായി ദൈവാലയം നമുക്ക് ഉണ്ടാവുന്നതും നിലനിൽക്കുന്നതും ഈ പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം കൊണ്ടാണ്. സ്നേഹമുള്ളവരെ, ഈ പരിശുദ്ധ കുർബാന നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു, അതിൻ്റെ മുൻ ആസ്വാദനമായിട്ട് കൂടിയാണല്ലോ നമ്മുടെ വീടുകളിൽ നമ്മൾ പെസഹ അപ്പം ഭക്ഷിക്കുക. പെസഹ അപ്പം ഭക്ഷിക്കുമ്പോഴും പരിശുദ്ധ കുർബാനയിലേക്ക് വരുമ്പോഴും നമുക്കുണ്ടായിരിക്കേണ്ട വലിയ മനോഭാവത്തെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മളെ ചിന്തിപ്പിക്കുകയുണ്ടായി. നമ്മൾ ഓർത്തു നോക്കിയാൽ നമ്മൾ ഈ വിഭൂതി തിരുനാളിൽ ഭസ്മം പൂശി നമ്മളെ തന്നെ ഒരുക്കിയെടുത്തതിന് ശേഷം തൊട്ടടുത്ത ദിവസം സഭ നമുക്ക് നൽകിയ സുവിശേഷ ഭാഗം ശത്രുക്കളോട് ക്ഷമിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള വലിയ ചിന്തയായിരുന്നു. സ്നേഹമുള്ളവരെ, ക്ഷമിക്കുവാൻ കഴിഞ്ഞാൽ
പൊറുക്കുവാൻ കഴിഞ്ഞാൽ, വിട്ടുവീഴ്ച ചെയ്യുവാൻ കഴിഞ്ഞാൽ, അതിലൂടെ മാത്രമേ നമുക്ക് ഈ പെസഹായുടെ ആനന്ദത്തിലേക്കും കുരിശിൻ്റെ വേദനയിലൂടെ ഉണ്ടാകുന്ന സന്തോഷത്തിലേക്കും പ്രവേശിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മുടെ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ അവിടെ നമ്മെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണല്ലോ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. സ്നേഹമുള്ളവരെ, അപ്പോൾ ഈ ക്ഷമയുടെ പ്രവർത്തന ശൈലി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അതിൻ്റെ വലിയ മാതൃക കാലുകഴുകൽ ശുശ്രൂഷയുടെ ഈശോ നമുക്ക് കാണിച്ചു തരികയുണ്ടായല്ലോ. എന്താ? പെസഹായ്ക്ക് മുമ്പ്, അല്ലെങ്കിൽ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിന് മുമ്പ്, ബലി അർപ്പിക്കുന്നതിന് മുമ്പ്, വിശുദ്ധ കുർബാനയിൽ നമ്മുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പങ്കെടുക്കുന്നതിന് മുമ്പ്, ഇനി ഓരോ കുടുംബങ്ങളിൽ നാളെ നടക്കാൻ പോകുന്ന വലിയ ശുശ്രൂഷ എടുത്താൽ അവിടെ പെസഹ അപ്പം മുറിക്കുന്നതിന് മുമ്പ് ഈ ക്ഷമിക്കുവാൻ, പൊറുക്കുവാൻ, പാപങ്ങൾക്ക് മാപ്പിരക്കുവാൻ, പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുവാൻ കാലുകഴുകലിൻ്റെ ശുശ്രൂഷയുടെ വലിയ മാതൃക ഈശോ കാണിച്ചു തന്നു. എന്തുകൊണ്ട് ഇടവകയിൽ നമ്മുടെ ദേവാലയത്തിൽ നടക്കുന്ന ഈ കാലുകഴുകൽ ശുശ്രൂഷയുടെ തനി ആവർത്തനം നമ്മുടെ കുടുംബങ്ങളിൽ നടന്നുകൂടാ? എന്തുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഇതുപോലെ സ്നേഹ കൂട്ടായ്മയുടെ അന്തരീക്ഷം ഒരുക്കിയതിനു ശേഷം പരസ്പരം സ്നേഹം പങ്കുവെച്ച് കാലുകൾ കഴുകി പരസ്പരം ക്ഷമിച്ചുകൊണ്ട് പ്രോത്സാഹനം നൽകി കൂട്ടായ്മയുടെ അന്തരീക്ഷം ഒരുക്കിയതിനു ശേഷം നമുക്ക് എന്തുകൊണ്ട് ഈ പെസഹ അപ്പം നമ്മുടെ വീടുകളിൽ മുറിച്ചുകൂടാ, അല്ലെങ്കിൽ ആസ്വദിച്ചുകൂടാ, അനുഭവിച്ചുകൂടാ? അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ഈശോയുടെ കുരിശിൻ്റെ പീഡാനുഭവങ്ങളിലൂടെ ദുഃഖ വെള്ളിയാഴ്ച യാത്ര ചെയ്യുമ്പോഴും, ദുഃഖ ശനിയാഴ്ച പുത്തൻ തിരിയും പുത്തൻ വെള്ളവും നമ്മൾ വെള്ളവും സ്വീകരിക്കുമ്പോഴും അതിൻ്റെ അനുഭവത്തിൽ നിന്ന് ഞായറാഴ്ച വലിയ ഉയർപ്പിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ, സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ, അതുവഴിയായി സ്വർഗീയ ജീവിതത്തിൻ്റെ മഹത്വത്തിലേക്കുള്ള പുനരാസ്വാദനം ഈസ്റ്റർ ദിനത്തിൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിയും. ഇതാണ് നമ്മെ നയിക്കേണ്ട വലിയ ചിന്ത. നമ്മുടെ അഹങ്കാര ചിന്തയുടെ വലിയ പാവം പലപ്പോഴും നമ്മെ നയിക്കാറുണ്ട്. എനിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നു. എന്നിങ്ങനെ അനേക വർഷങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നു. ജോലി നേടി, സമ്പാദ്യം നേടി, വലിയ വലിയ കൊട്ടാരങ്ങളും വലിയ സംവിധാനങ്ങളും ഒക്കെ ആക്കി തീരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ഒപ്പം ഇതെല്ലാം വരുമ്പോൾ ദൈവത്തെ മറക്കുവാനും സഹമനുഷ്യരെ മറക്കുവാനുമുള്ള പ്രലോഭനം, ഈശോയ്ക്കുണ്ടായ പ്രലോഭനം പോലെ ഈശോ പ്രലോഭത്തെ അതിജീവിച്ചു. അത് നമ്മൾ അനുസ്മരിച്ചാണല്ലോ നോയമ്പ് നമ്മൾ തുടങ്ങിയത്. നമ്മൾ ഈശോ ആ പ്രലോഭത്തെ അതിജീവിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും അതിജീവിക്കുവാൻ നമുക്ക് കഴിയണ്ടേ? അത് കഴിയണം. ഇവിടെയാണ് നമ്മൾ ജീവിതത്തിൽ സഹനം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് തിരിച്ചറിയേണ്ടത്. ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം. ജീവിതത്തിൽ സഹനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് ഈശോയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഈശോയുടെ മനുഷ്യാവതാരത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന 4 കാര്യങ്ങളുണ്ട്. ആ 4 കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യമില്ലാത്തത് കൊണ്ടാണ് സഹനം വേണ്ട എന്ന് പലപ്പോഴും ചിന്തിച്ചു പോവുക. ഒന്നാമത്തെ കാര്യം ഈശോയുടെ ജനനത്തിൽ ഉണ്ടാവുന്ന കാര്യമാണ്. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഈശോയുടെ ജനനം സന്തോഷത്തിൻ്റെ അവസരമാണ്. ഒരു മനുഷ്യ വ്യക്തി ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ അത് സന്തോഷമാണ്. അതുകൊണ്ടാണ് ജനനത്തിൻ്റെ വാർഷികം, ബർത്ത്ഡേ ആഘോഷം നമ്മൾ നടത്തുക. ഓരോ ജനനവും സന്തോഷമാണ്. ഈശോ തൻ്റെ ജീവിതം മനുഷ്യകുലത്തിന് വേണ്ടി ജനിച്ചു എന്നുള്ളതുകൊണ്ട് സന്തോഷത്തിൻ്റെ അവസരമാണ്. ആ സന്തോഷത്തിൻ്റെ സന്തോഷമാണ് ഈശോ തൻ്റെ ജീവിത ദൗത്യം പൂർത്തിയാക്കിക്കൊണ്ട് കുരിശു മരണത്തിലൂടെ സാധ്യമായത്, സ്വർഗം തുറന്ന് നമുക്ക് രക്ഷ സ്വന്തമാക്കി തന്നത്. രണ്ടാമത്, ഈശോയുടെ ജീവിതത്തിൽ ഈ സന്തോഷമുള്ളതുപോലെ തന്നെ സഹനമുണ്ട്. ഈശോ ജീവിതത്തെ സന്തോഷങ്ങൾ മാത്രം ഏറ്റുവാങ്ങിയ വ്യക്തിയല്ല. ഈശോയോട് ചേർന്ന് നിന്ന് എല്ലാവർക്കും ദുഃഖങ്ങൾ, സഹനങ്ങളുണ്ടായി. പരിശുദ്ധ അമ്മ തുടങ്ങി ശിഷ്യരെ തുടങ്ങി ഓരോരുത്തരുടെയും കാര്യമെടുത്തു നോക്കുക. അതിലെല്ലാം ഉപരിയായ സഹനം ഈശോ ഏറ്റുവാങ്ങി. ഈശോയുടെ സഹനത്തെക്കുറിച്ചാണല്ലോ ഈ ദിവസങ്ങളിൽ കൂടുതലായി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈശോയുടെ സഹനം മനുഷ്യകുലത്തിന് വേണ്ടി ഉള്ളതാണെങ്കിൽ, ഈശോ നമ്മുടെ പിതാവാണെങ്കിൽ, ഈശോ നമ്മുടെ രക്ഷകനാണെങ്കിൽ, ഈശോയുടെ പിതൃസ്വത്താണ് എന്ത്? സഹനം. പിതൃസ്വത്തിൽ എല്ലാ മക്കൾക്കും അവകാശമുണ്ട്. പിതൃസ്വത്തിൽ പങ്കാളിയാവുക എന്ന് പറയുന്നത് ഈശോയുടെ സഹനത്തിൽ പങ്കാളിയാവുക എന്നതു തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഈശോയുടെ മക്കളായ നമുക്ക് ഈശോയുടെ സ്വത്തായ സഹനം ഈശോ പങ്കുവെച്ചു തരും എന്ന കാര്യം നമുക്ക് ബോധ്യമുണ്ടാവണം. ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങൾ അത് ശാരീരിക പീഡകളാകാം, മാനസിക പീഡകളാകാം. ഈ കാലഘട്ടത്തിൽ മാനസിക പീഡകളാണ് കൂടുതൽ വ്യതയായിട്ട് നമുക്ക് അനുഭവപ്പെടുക. കാരണം മറ്റാരും മനസ്സിലാക്കാൻ കഴിയാത്ത വേദനകളാണ് മാനസിക പീഡകളിൽ ഉണ്ടാവുക. ആ മാനസിക പീഡകളെയും ശാരീരിക പീഡകളെയും അതിജീവിക്കുമ്പോൾ നമുക്ക് കഴിയണമെങ്കിൽ ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ച്, കുരിശിനെക്കുറിച്ച്, സഹനത്തെക്കുറിച്ച് നമ്മൾ ഓർത്തിരിക്കണം. നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഈശോയുടെ കുരിശ് വഹിക്കുന്നവരാണ്. കുരിശ് എന്താണ്? രക്ഷയുടെ അടയാളമാണ്.
കുരിശ് ഒരേ ഒരു കാര്യമാണ് നമ്മളെ അനുസ്മരിക്കുക, ഈശോയുടെ ഇഷ്ടം, അതിന് വിരുദ്ധമായിട്ട് മനുഷ്യൻ്റെ ഇഷ്ടം. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ സഹനത്തിൻ്റെ വലിയ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയണം. സഹനം എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകുന്ന പിതൃസ്വത്താണ് എന്ന ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. അത് നമ്മൾ ഏറ്റുവാങ്ങാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് സന്തോഷമുള്ളതുപോലെ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളുണ്ട്. സഹനങ്ങൾ ഉണ്ടാകുന്നത് പോലെ തന്നെ നമുക്ക് സമാധാനമുണ്ട്. ആ സമാധാനമാണ് പ്രത്യേകമായിട്ട് ഈസ്റ്റർ ദിനത്തിൽ നമ്മൾ അനുസ്മരിക്കുക. ആ സന്തോഷവും സമാധാനവും സഹനവും നമ്മുടെ ജീവിതത്തിൽ സമ്യക്കായി ചേർത്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യം നമുക്കുണ്ടാവുക. ഈ സാന്നിധ്യം അനുഭവിച്ച് ജീവിക്കുന്ന രക്തസാക്ഷികളായി വരുന്ന സമൂഹത്തിൽ മുൻപോട്ട് പോകുവാൻ നമുക്ക് പ്രത്യേകമായി പരിശ്രമിക്കാം. അതുവഴി ഈ പ്രത്യേകമായിട്ട് ഈ പ്രേക്ഷിത വർഷത്തിൽ സുവിശേഷത്തിൻ്റെ വലിയ വാഹകരായി ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് ഈ വലിയ ആഴ്ച നമുക്ക് പ്രചോദനമാകട്ടെ. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് ഈ വരും ദിവസങ്ങളിൽ തീഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രക്ഷയുടെ അനുഭവം സ്വന്തമാക്കുവാനും രക്ഷയുടെ വഴിയിലൂടെ നടക്കുവാനും ജീവിതത്തിലെ വൈരുദ്ധ്യങ്ങൾ കുറയ്ക്കുവാനും കുരിശിനെ ആശ്ലേഷിക്കുവാനും അതുവഴിയായി ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങൾ നിത്യജീവിതത്തിലേക്കുള്ള മാർഗത്തിൽ നമുക്കുള്ള പോഷകങ്ങളാണ് എന്ന ബോധ്യത്തോടുകൂടി ദൈവാശ്രയബോധത്തോടെ മുൻപോട്ട് നീങ്ങുവാൻ ദൈവത്തിൻ്റെ കൃപ യാചിച്ചുകൊണ്ട് നമുക്ക് ഒന്നായി മുൻപോട്ട് നീങ്ങാം. പ്രത്യേകമായിട്ട് ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ ഉദ്ധിതനായ യേശു ക്രിസ്തുവിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും കൂടി ഓർക്കുക, എല്ലാ വൈദികരെയും ഓർക്കുക. നമുക്കൊന്ന് ചേർന്ന് ദൈവരാജ്യത്തിലേക്കുള്ള നമ്മുടെ യാത്ര തുടരാം. ഉദ്ധിതനായ ക്രിസ്തു നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സ്നേഹപിതാവായ ദൈവമേ, അവിടുന്ന് പറഞ്ഞു തുടങ്ങിയ വചനങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. അതെ, എൻ്റെയും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുവാൻ, ദൈവത്തിൽ ആശ്രയിക്കുവാൻ, അസ്വസ്ഥതകളെ മാറ്റിവെക്കുവാൻ, സന്തോഷത്തോടുകൂടി ജീവിതത്തിലെ സഹനങ്ങളെ ഏറ്റുവാങ്ങി സമാധാനത്തിൻ്റെ ഉദ്ധാനാനുഭവം സ്വന്തമാക്കുവാൻ, അതുവഴിയായി പരിശുദ്ധ കുർബാനയിലെ യേശുവിൻ്റെ ശക്തി സംഭരിച്ച് നിത്യജീവിതത്തിലേക്കുള്ള നമ്മുടെ പ്രയാണം കൂടുതൽ സുഗമമാക്കുവാൻ ദൈവകൃപ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കണമേ എന്ന് നമുക്ക് തീഷ്ണമായി പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ നമുക്കേവർക്കും ദൈവാനുഗ്രഹം ധാരാളമായി ഉണ്ടാകട്ടെ. നിങ്ങളെ ഓരോരുത്തരെയും പ്രാർത്ഥനയിൽ പ്രത്യേകമായി സ്മരിക്കുന്നു. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എളിയവനായ എന്നെയും കൂടി നിങ്ങൾ അനുസ്മരിക്കണമേ. ദൈവം നമ്മെ നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.